പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിർമ്മലയെ കള്ളിയാക്കാൻ വേണ്ടി ശിവാനിയും ജ്യോതിയും ഒരുപാട് നാടകങ്ങൾ കളിക്കുകയാണ്. അങ്ങനെ ഗൗതം വന്ന് പറയുകയാണ്, ഇല്ല നിർമ്മലാമ്മ ഒരിക്കലും അങ്ങനെ മോഷ്ടിക്കില്ല എന്ന് പറയുമ്പോൾ ശിവാനി പറയാണ്, അതെന്താ നിങ്ങൾ കൊണ്ടുവന്നത് കൊണ്ടാണോ ഈ വേലക്കാരി മോഷ്ടിക്കില്ല എന്ന് പറയുന്നത്? അതുകൊണ്ടായിരിക്കും ഭാര്യയും ഭർത്താവും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഈ വേലക്കാരിയെ സംസാരിക്കുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ ഗൗതം പറയാണ്, ഓവറായി നീ സംസാരിക്കണ്ട, അറിയാം നിർമ്മലാമ്മ മോഷ്ടിച്ചിട്ടില്ല എന്നുള്ളത്, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇവരുടെ പേരിൽ കള്ളം വെറുതെ ഉണ്ടാക്കി പറയുന്നത് എന്ന് പറയുമ്പോൾ ശിവാനി പറയണ്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വേലക്കാരി മോഷ്ടിച്ചിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ നിൽക്കുന്ന വേലക്കാരി ജ്യോതി ആൻറ്റിയുടെ റൂമിലേക്ക് പോയി എന്നുള്ളത് സത്യം തന്നെയല്ലേ? എന്നിട്ട് ജ്യോതി ആൻറ്റിയുടെ മോതിരം കാണാതെ പോയി എന്നുള്ളതും സത്യം തന്നെയല്ലേ? പിന്നെ ഈ വേസ്റ്റ് കൊട്ടയിൽ നിന്നും ജ്യോതി ആൻറ്റിയുടെ മോതിരം കിട്ടി എന്ന് പറഞ്ഞതും സത്യമല്ലേ? പിന്നെ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇവർ തന്നെയല്ലേ അപ്പോൾ മോഷ്ടിച്ചത്? ഈ നിൽക്കുന്ന വേലക്കാരി പെരിങ്കള്ളിയാണ് എന്ന് ശിവാനി വീണ്ടും അങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ജ്യോതി പറയാണ്, അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും ദിവസമായിട്ടും ഈ വേലക്കാരി എൻ്റെ റൂമൊന്ന് അടിച്ചു വാരാനൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ വിളിക്കാതെ എൻ്റെ റൂം വന്ന് അടിച്ചു വാരുകയും ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ മോതിരം മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവരെൻ്റെ റൂമിലേക്ക് വന്നത്. നിർമ്മല കരഞ്ഞുകൊണ്ട് പറയണം, അല്ല ഞാൻ നിങ്ങൾ വിളിച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ റൂം അടിച്ചു വരാൻ വേണ്ടി വന്നത്. എന്നോട് ശിവാനി പറഞ്ഞതാണ് നിങ്ങളുടെ റൂം അടിച്ചു വാരണം എന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ, എന്തിനാടി ഇങ്ങനെ കള്ളം പറയുന്നത്? ഞാനൊന്നും നിന്നോട് പറഞ്ഞിട്ടില്ല. അല്ല ശിവാനി തന്നെയാണ് എന്നോട് ആ റൂം അടിച്ചു വരാൻ വേണ്ടി പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശിവാനി പറയും, ഇനി നീ ഒരക്ഷരം മിണ്ടി പോവരുത്. ഞാൻ പറയാത്ത കാര്യം നീ എൻ്റെ മേലിൽ ഇടാനൊന്നും നോക്കണ്ട. ഞാൻ ഇവളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇവൾ ആൾ കൊള്ളാമല്ലോ, എന്ത് നല്ല നുണയാണ് ഇവൾ പറയുന്നത്. ഇങ്ങനെയുള്ള ഇവളെയൊക്കെ ഈ വീട്ടിൽ വെക്കുന്നത് തന്നെ അപകടമാണ്. ഈ വീട്ടിൽ നിർത്താൻ പാടില്ല. ഇവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും ആട്ടിയിറക്കണം എന്ന് പറയുമ്പോൾ ഗൗതമിനും നിധിക്കും നല്ല സംശയം വരുന്നുണ്ട് കേട്ടോ. ശിവാനിയും ജ്യോതിയും കൂടിയുള്ള നാടകമാണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. നിർമ്മലയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാനുള്ള അടവാണെന്നുള്ള കാര്യം പാറുവിനും മനസ്സിലാവുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതം പറയാണ്, ശിവാനി നീ നിർമ്മലാമ്മയെ വെറുതെ കുറ്റപ്പെടുത്തരുത്. അവരുടെ മകനെ കാണാത്തതിൻ്റെ വിഷമത്തിലാണ് ഇവിടേക്ക് വന്നത് തന്നെ. എന്നിട്ട് നീ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് പറയുമ്പോൾ ശിവാനി പറയണ്, അതിന് ഇങ്ങനെയുള്ളവർമാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുക. എൻ്റെ മോനെ കാണാനില്ല, എനിക്ക് ആരുമില്ല, ഞാൻ അനാഥയാണെന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ വീട്ടിലും കയറിപ്പറ്റുക. എന്നിട്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം അവിടെയുള്ള സമ്പത്തും സ്വർണവും എല്ലാം തന്നെ അടിച്ചോണ്ട് പോകുന്നത് തന്നെയാണ് ഇവരുടെയൊക്കെ സ്വഭാവം എന്ന് പറയുമ്പോഴൊക്കെ നിർമ്മല പൊട്ടിക്കരയുകയാണ്. നിധി പറയാണ്, ശിവാനി മതി നിർത്തിക്കോ, ഇനി നിർമ്മലാമ്മയെക്കുറിച്ച് നീ മോശമായി എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറും എന്ന് പറയട്ടോ. നീ എന്ത് കരുതി ഇവരാരാണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ശിവാനി പറയണം, ആരാണ് ഇവരാരാണ്, എന്താന്ന് വെച്ചാൽ നീ ഇതങ്ങ് തുറന്നു പറ, ഇവരാരാണെന്നുള്ളത് അറിയാൻ തന്നെയാണ് ഞാനും നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ പാറുവും നിധിയും നിർമ്മലയും അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് ശിവാനി പറയണ, അല്ല ഇതൊക്കെ കേട്ടും കൊണ്ട് പാറുവമ്മ ഒന്നും മിണ്ടുന്നില്ലല്ലോ, എന്തു പറ്റി? നിങ്ങളുടെ പ്രിയപ്പെട്ട മകനും മരുമകളും ഈ നിൽക്കുന്ന വേലക്കാരിക്ക് വേണ്ടി ഇത്രയും അധികം സംസാരിക്കുമ്പോഴും നിങ്ങൾ എന്താ അമ്മയെ മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇവരെ പോലെയുള്ള സ്ത്രീകളെയൊക്കെ ഇവിടെ വേലക്കാരിയായി നിർത്തിയിട്ട് എങ്ങനെ നമ്മൾ മനസമാധാനത്തോടു കൂടി കിടന്നുറങ്ങും? ഇവരെയൊക്കെ വിശ്വസിച്ച് ഉറങ്ങാൻ പോലും കഴിയില്ല എന്ന് പറയുമ്പോൾ പാറു പെട്ടെന്ന് പതറിങ്ങോണ്ട് പറയുകയാണ്, ആ ശിവാനി പറയുന്നതിലും കാര്യമുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ നിധിയും ഗൗതമും പാറുവിനെ അങ്ങ് നോക്കുമ്പോൾ, അല്ല ഗൗതം, ഞാൻ പറഞ്ഞത് നിർമ്മല മോഷ്ടിച്ചു എന്നല്ല, ഇനിയിപ്പോൾ നിർമ്മല മോഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ വീട്ടിൽ ഇനി എന്ത് സാധനം കാണാതെ പോയാലും എല്ലാവരും നിർമ്മലയാവും സംശയിക്കുക. അതുകൊണ്ട് നിർമ്മല ഇനി ഈ വീട്ടിൽ നിൽക്കണ്ട, നിർമ്മല പോയിക്കോട്ടെ, അതാണ് നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ വെറുതെ നിർമ്മലയുടെ മേൽ എല്ലാവരും കുറ്റമിടുകയുള്ളൂ. അതുകൊണ്ട് നിർമ്മലയ്ക്കും നല്ലത് അത് തന്നെയാണ്. നിർമ്മല നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാൻ നോക്ക്, നിൻ്റെ തുണിയും കാര്യങ്ങളൊക്കെ എടുത്ത് നീ ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറയുമ്പോൾ നിധി ഒച്ചയെടുത്ത് പറയുകയാണ്, ഇല്ല നിർമ്മലാമ്മ ഇവിടെ നിന്നും എവിടേക്കും പോകില്ല. അപ്പോൾ ജ്യോതി പറയണ, ആഹാ ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോലീസിനെ വിളിക്കും. അപ്പോൾ നിർമ്മല പറയണ, വേണ്ട മേഡം പോലീസിനെ ഒന്നും വിളിക്കണ്ട എന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ, ആ എങ്കിൽ നീ ഈ വീട് വിട്ടു പോയിക്കോ എന്ന് പറയാണ്. അപ്പോൾ ജ്യോതി വീണ്ടും പറയണ, നീ ഇവിടെ നിന്നും പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ
നിന്നെ ഞാൻ ഇപ്പം തന്നെ പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കും, അതോടൊപ്പം ഈ കുടുംബത്തിലുള്ളവരും പോവേണ്ടി വരുമെന്ന് പറയട്ടോ. അപ്പോൾ നിർമ്മല പറയണ പോലീസിനെ ഒന്നും വിളിക്കേണ്ട, പോലീസ് ഇവിടേക്ക് വരുന്നത് അത് വീടിന് തന്നെ ദോഷമാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഗൗതം പറയണേ എന്തിനാണ് അമ്മ ഇങ്ങനെ പേടിക്കുന്നത്, അമ്മ പേടിക്കേണ്ട, നിങ്ങൾ പോലീസിനെ വിളിക്ക്, ഞാനൊന്ന് കാണട്ടെ എന്ന് ഗൗതം പറയുമ്പോൾ നിർമ്മല പറയണ വേണ്ട മോനെ, അതൊക്കെ നിങ്ങൾക്ക് നാണക്കേടാണ്, പക്ഷെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പാറു പറയണ എങ്കിൽ നീ ഇവിടെ നിന്ന് പോയിക്കോ, അല്ല എന്നുണ്ടെങ്കിൽ നിർമ്മലെ ഇവിടെ എല്ലാവർക്കും ദോഷമാണ്, നീ പോയിക്കോ നിർമ്മലെ എന്ന് പറയട്ടോ. അപ്പോൾ ശിവാനി പറയണേ കണ്ടില്ലേ പോലീസിനെ വിളിക്കുക എന്ന് പറയുമ്പോൾ ഈ വേലക്കാരി കിടന്ന് വെപ്രാളം പിടിക്കുന്നത്, അപ്പോൾ ഇവർ തന്നെയാണ് മോതിരം മോഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് ജ്യോതി പോലീസിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധി പെട്ടെന്നങ്ങ് ആലോചിക്കുകയാണ്. എന്നിട്ട് നിധി പറയാണ് വേണ്ട പോലീസിനെ വിളിക്കണ്ട, ഞാൻ ഇവരുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് നിർമ്മലയെ അങ്ങ് മാറ്റി നിർത്തുകയാണ്. ഇവിടെ സത്യം എന്നോട് മര്യാദക്ക് തുറന്നു പറഞ്ഞോ എന്ന് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് നിർമ്മലയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിർമ്മലയോട് ചോദിക്കുമ്പോൾ നിർമ്മല കാര്യങ്ങളൊക്കെ വിശദമായി പറയുകയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവരുടെ റൂം അടിച്ചു വാരി മുഴുവനും ഈ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുകയാണ് ചെയ്തത്, അല്ലാതെ ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയട്ടോ. അപ്പോൾ നിർമ്മല കരയുന്നത് കാണുമ്പോൾ സാരമില്ല നിർമ്മലാമ്മ അങ്ങനെ കരയരുത് എന്ന് പറഞ്ഞ് കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്ത ശേഷം നിധി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ, നിർമ്മലയെ ആശ്വസിപ്പിക്കുകയാണ് എന്നുള്ള ഭാവത്തിൽ. എന്നിട്ട് നിർമ്മലയുടെ ചെവിയിൽ സ്വകാര്യത്തിൽ കാര്യങ്ങളൊക്കെ അങ്ങ് പറയുകയാണ്. ഇതിൻ്റെ പിറകിൽ ശിവാനിയാണ്, അപ്പോൾ ശിവാനിക്കിട്ട് തന്നെ ഒരു പണി കൊടുക്കാം എന്നുള്ള കാര്യമായിരിക്കും നിർമ്മലയോട് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ നിർമ്മല നിധി പറഞ്ഞത് പ്രകാരം തന്നെ എല്ലാ കാര്യങ്ങളും പിന്നെ ചെയ്യാനൊരുങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് നിർമ്മല പറയാണ് മേഡം ഞാൻ നിങ്ങളുടെ മോതിരം മോഷ്ടിച്ചത് ഈ ശിവാനി പറഞ്ഞിട്ടാണ്, ശിവാനിയാണ് എന്നോട് മോതിരം മോഷ്ടിക്കാൻ പറഞ്ഞത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ശിവാനി ആകെ ഞെട്ടിപ്പോവുകയാണ്. ഞാനോ, എന്തിനാടി നീ ഇങ്ങനെ പറയുന്നത്, ഞാനൊന്നും നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയട്ടോ. അപ്പോൾ നിർമ്മല വീണ്ടും പറയുകയാണ് അതെ ഈ ശിവാനിയാണ് എന്നോട് പറഞ്ഞത്, ജ്യോതിർമയുടെ കയ്യിൽ നല്ല വില കൂടിയ ഒരു മോതിരമുണ്ട്, അത് എനിക്ക് വേണം, അത് ചോദിച്ചാൽ അവർ തരില്ല, അപ്പോൾ അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും അത് മോഷ്ടിച്ച് കൊണ്ടുവരണം, അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടും, എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി നിന്നെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ശിവാനിക്ക് വേണ്ടി ഈ മോതിരം എടുത്തത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ശിവാനി അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് ശിവാനി പറയാൻ ഇല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഇവൾ നുണ പറയുകയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നിധിക്കും ഗൗതമിനും പാറുവിനും കാര്യം മനസ്സിലാവുകയാണ്. ഇത് നിധിയുടെ നാടകമാണ്, നിധി പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഈ സംഭവിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായിട്ട് അവർ പറയണം അത് ശരി നീ അങ്ങനെ തന്നെയാണ്, നീ അല്ലെങ്കിൽ പലതവണ പലതും മോഷ്ടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, വസുന്ധരയുടെ മാല മോഷ്ടിക്കാൻ നോക്കി, അത് കഴിഞ്ഞ് നിധിയാണ് മോഷ്ടിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എൻ്റെ റൂമിൽ കയറി നീ മാല മോഷ്ടിക്കാൻ നോക്കി എന്നൊക്കെ പാറു പറയാട്ടോ. അങ്ങനെ നിധി പറയണേ ഞങ്ങൾക്ക് അല്ലെങ്കിലും നന്നായിട്ട് തന്നെ അറിയാം, അന്ന് കല്യാണത്തിൻ്റെ അന്ന് 100 പവൻ്റെ ആഭരണം നീ മോഷ്ടിച്ച് കൊണ്ടുപോയതൊക്കെ ഞങ്ങൾക്കറിയാം, ഇനിയും നിൻ്റെ ആക്ര മാറിയില്ലേ, നീ എന്തിനാണ് ഇനിയും ഇതുപോലെയുള്ള കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നത്, നിനക്ക് ഇപ്പോഴും സ്വർണത്തിനോടുള്ള ആർത്തിയൊന്നും മാറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് നിധി ശിവാനിയെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. ആ സമയത്തൊക്കെ ശിവാനി വെപ്രാളം പിടിച്ചുകൊണ്ട് ഞാനല്ല ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ ഇത്രയും വലിയ വീട്ടിലേക്ക് നീ കയറി വന്നില്ലേ, ഇനിയും നിന്റെ ആർത്തി മാറിയില്ലേ. അപ്പോൾ പാറു പറയണേ നിനക്ക് ഇതിലും നല്ല മോതിരം പ്രണവിനോട് പറഞ്ഞാൽ അവൻ വാങ്ങിച്ചു തരുമല്ലോ എന്ന് പറയുമ്പോൾ ഞാനല്ല, എനിക്കിതിൽ അറിയില്ല, ഞാനല്ല മോഷ്ടിച്ചത്, ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ശിവാനി പറയും. ജ്യോതി പറയണേ ഇല്ല ശിവാനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ അതെന്താ നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പ്, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി കളിച്ച നാടകമാണോ എന്ന് പറയുമ്പോൾ അല്ല എനിക്കതറിയില്ല, പക്ഷേ ശിവാനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയാനൊന്നും കഴിയില്ല, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട, അതുകൊണ്ട് മിണ്ടാതെ അവിടെ നിന്നോളണം എന്ന് ഗൗതം ജ്യോതിയോട് പറയട്ടോ. അങ്ങനെ ശിവാനി പറയണേ നീ വെറുതെ കള്ളം പറയുകയാണ്, നീ മര്യാദയ്ക്ക് ദൈവത്തിൻ്റെ പേരിൽ സത്യമിടണം എന്ന് പറയുമ്പോൾ നിധി കണ്ണോട് കാണിക്കുകയാണ് കേട്ടോ, സത്യം ഇട്ട് കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർമ്മല ശിവാനിയുടെ തലയിൽ കൈവച്ച് പറയുകയാണ് ശിവാനി പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ആ മോതിരം മോഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ ശിവാനി വീണ്ടും അങ്ങ് കുടുങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനി പറയുന്നു ഇല്ല ഇവൾ നുണ പറയുകയാണ് എന്ന് പറയണം. എന്നിട്ട് ശിവാനി പറയും നിൻ്റെ തലയിൽ തന്നെ കൈവച്ച് പറ, നീ തന്നെയാണ് അത് മോഷ്ടിച്ചത്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഒന്ന് പറയൂ എന്ന് മര്യാദയ്ക്ക് നീ പറഞ്ഞോ എന്നൊക്കെ പറയുന്ന സമയത്ത് നിധി പറയണേ എങ്കിൽ ശിവാനി നീ ഒരു കാര്യം ചെയ്യും,
ചെയ്യ്. ആദ്യം നിന്റെ തലയിൽ തൊട്ട് കൈവയ്ക്ക്. എന്നിട്ട് നീ സത്യം ചെയ്യണം. നിർമ്മലാമ്മ തന്നെയാണ് ആ മോതിരം മോഷ്ടിച്ചത് എന്നുള്ളത് നീ സത്യം ചെയ്ത് പറ എന്ന് പറയുമ്പോൾ ശിവാനി അങ്ങ് പതറിപ്പോവുകയാണ് കേട്ടോ. എന്താടി നിനക്ക് സത്യം ചെയ്യാൻ വയ്യേ? നീയും ജ്യോതിയും കൂടിയിട്ട് നിർമ്മലാമ്മയെ കുറ്റക്കാരിയാക്കാൻ വേണ്ടി ചെയ്തതാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ജ്യോതി പറയും, ഏയ് എനിക്കൊന്നും അറിയില്ല, ഞാനിതൊന്നും ചെയ്തിട്ടില്ല എന്ന് പതറിയും കൊണ്ട് പറയുകയാണ്. എങ്കിൽ ഇപ്പം തന്നെ ഫോൺ വിളിക്ക്, പോലീസിനെ വിളിക്ക്, യഥാർത്ഥ പ്രതിയെ കിട്ടിയല്ലോ, ഇനി എന്താ പകച്ചു നിൽക്കുന്നത് എന്ന് ഗൗതം ചോദിക്കുമ്പോൾ, നിങ്ങളല്ലേ പറഞ്ഞത് പോലീസിനെ വിളിക്കും, എൻ്റെ മോതിരം മോഷ്ടിച്ച ആളെ ഞാൻ ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്നൊക്കെ. അപ്പോൾ എന്താ പോലീസിനെ വിളിച്ചാലേ എന്ന് ഗൗതം ചോദിക്കുന്ന സമയത്ത് ജ്യോതി ശിവാനിയെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് രണ്ടുപേരും കണ്ണുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കുകയാണ്. അപ്പോൾ നിധി പറയണേ, എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി കണ്ണുകൊണ്ട് കഥകളി കളിക്കുകയാണോ? ഫോൺ വിളിക്കുക, എന്നിട്ട് പോലീസിനെ വിളിച്ചു വരുത്ത് എന്ന് നിധി പറയാട്ടോ. അപ്പോൾ ജ്യോതി പെട്ടെന്ന് അങ്ങ് അടവ് മാറ്റുകയാണ്. എന്നിട്ട് പറയണേ, ശിവാനി നീ എന്ത് വൃത്തികേടാണ് ഈ കാണിച്ചത്? നിനക്ക് എന്നോട് ചോദിച്ച ഞാൻ ഈ മോതിരം അങ്ങ് തരില്ലായിരുന്നു. നീ എന്തിനാണ് എന്നെ എപ്പോഴും ഇവരുടെയൊക്കെ മുന്നിൽ എന്നെ നാണം കെടുത്തുന്നത്? എൻ്റെ മോതിരം ഇങ്ങ് തായോ എന്നും പറഞ്ഞ് മോതിരം വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ ജ്യോതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ ജ്യോതി ശിവാനിയോട് നോക്കിയിട്ട് പതുക്കെ ഇങ്ങനെ കാണിച്ച് പറയുന്നുണ്ട്, വെറുതെ ഇവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കാണിച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് നിധി ശിവാനിയോട് പറയണേ, നിനക്ക് നാണമുണ്ടോ ഈ പാവം പിടിച്ച അമ്മയെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ശിവാനിയെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഗൗതം പറയണേ, ഇനി മേലിൽ നീ ഇത് ആവർത്തിച്ചാൽ നിന്നെ പോലീസിനെ കൊണ്ടൊന്നും പിടിപ്പിക്കില്ല, എൻ്റെ രീതി അങ്ങ് മാറും, എന്താണ് ഈ ഗൗതം എന്നുള്ളത് നീ അങ്ങ് കാണും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് ഗൗതമും പോവുകയാണ്. അങ്ങനെ റൂമിലെത്തിയ ശേഷം ഗൗതമും നിധിയും നിർമ്മലയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗൗതം പറയണേ, എൻ്റെ ഭാര്യയുടെ ഒരു ബുദ്ധി കണ്ടില്ലേ അമ്മേ, എൻ്റെ ഭാര്യ തക്ക സമയത്ത് തന്നെ നല്ല ഒരു ബുദ്ധി പ്രയോഗിച്ചത് കൊണ്ടാണ് അവരുടെ കള്ളത്തരം ഇപ്പോൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് നിധിയുടെ കവളൊക്കെ പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിർമ്മലയ്ക്ക് അത് കാണുന്ന സമയത്ത് സന്തോഷത്തോടെ പുഞ്ചിരിച്ചോണ്ട് നിൽക്കാൻ കേട്ടോ. നിർമ്മല പറയാണ്, നിധി എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് എൻ്റെ ചെവിയിൽ സ്വകാര്യത്തിൽ പറഞ്ഞതുപോലെയാണ് ഞാൻ ചെയ്തത്, അല്ല എന്നുണ്ടെങ്കിൽ അവരെന്നെ കുറ്റക്കാരിയാക്കിയേനെ എന്ന് പറയട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ ശിവാനിയും ജ്യോതിയും ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ നിധി പറയാണ്, നിർമ്മലാമ്മയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി CKCയും ഭാര്യയും ശിവാനിയും കൂടി ചേർന്ന് നടത്തിയ നാടകമാണ് എന്നൊക്കെ അവർ 3 പേരും സംസാരിക്കുന്നത് എല്ലാം തന്നെ ശിവാനിയും ജ്യോതിയും കൂടി കേൾക്കുകയാണ്. അങ്ങനെ അവർ മനസ്സിൽ അടുത്ത ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവർക്ക് നല്ലൊരു മുട്ടം പണി തന്നെ കൊടുക്കണമെന്ന് ജ്യോതിയും ശിവാനിയും കൂടി തീരുമാനിക്കുകയാണ്.